ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടെറസ് മുഴുവനും വൃത്തിയാക്കി വാട്ടർ പ്രൂഫ് ചെയ്ത് ഗാർഡനിങ്ങിനായി ഒരു നല്ല സെറ്റപ്പ് ഒരുക്കുന്ന മുഴുവൻ പ്രോസസ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് പോകുന്നത്. ടെറസ് ക്ലീൻ ചെയ്യുന്നതും വാട്ടർ പ്രൂഫ് ചെയ്യുന്നതും പിന്നെ ഗാർഡനിങ് ഒരു നല്ല സെറ്റപ്പും ഒരുക്കുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ചെടികളെല്ലാം നമ്മൾ ഒരു വശത്ത് എടുത്തു വെച്ചു. നമ്മളല്ല, ജോലിക്കാരനെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് അങ്ങനെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് എല്ലാം തൂത്തുവാരിക്കൊണ്ടിരിക്കാന്ന്, മണ്ണൊന്നും ഉണ്ടാകരുതല്ലോ. അങ്ങനെ അത് വൃത്തിയാക്കും തോറും വേറൊരാള് എന്താ പറയുക, ഈ പൈപ്പിൽ വെള്ളം ഒഴിച്ച് നല്ല ഫോഴ്സിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ തരി പോലത്തെ മണ്ണ് പോലും ഉണ്ടാകരുത്. കാരണം വെച്ചാൽ ക്രാക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ മണ്ണൊന്നും പാടില്ല. അതുകൊണ്ട് നല്ല ഫോഴ്സിൽ വെള്ളം അടിച്ച് കൊടുക്കും തോറും വേറൊരാൾ ഇങ്ങനെ കഴുകി വൃത്തിയാക്കുകയാണ്. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ചെടികളെല്ലാം വെള്ളമൊന്നും ഒഴിക്കാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. കുറേ ചെടികൾ എൻ്റെ അത് പോയി. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇടാൻ സമയമില്ലാത്തത് കാരണം ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ വെള്ളം ഫോഴ്സിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല വൃത്തിയാക്കും തോറും പിന്നെ വേറൊരാൾ ചൂല് കൊണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വൃത്തിയായി ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് ഈ വാട്ടർ പ്രൂഫ് ചെയ്യുള്ളൂ കേട്ടോ. അതിന് മുന്നേ ക്രാക്കൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് ഈ വാട്ടർ പ്രൂഫ് അടിക്കുന്നത്. പിന്നെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എല്ലാം മേലെ അങ്ങ് ചെയ്യരുത്. അതുകൊണ്ട് ഏകദേശം രാവിലെ തുടങ്ങിയ ജോലി വൈകുന്നേരമായി കഴിയാൻ, ഒരു സൈഡ് കഴിയാൻ വൈകുന്നേരമായി. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സൈഡ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ചെയ്യുന്നത് നാളെയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് അവർ എല്ലാം അടിച്ച് എല്ലാം വൃത്തിയാക്കി വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ റെഡ് കളർ അടിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ റെഡ് കളർ ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഹാർഡ് വാട്ടറാണ്. അപ്പോൾ ക്രമേണ അത് വൈറ്റ് മാർക്ക് വരുന്നത് കാരണം ഞങ്ങൾ റെഡ് അടിച്ചില്ല, ഇതേ കളർ, ഈ ഗ്രേ കളറാണ് അടിച്ചത്. ഇനി ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ ചെടികളെല്ലാം ഇനി അപ്പുറത്തോട്ടേക്ക് മാറ്റി വെക്കും. എന്നതിന് ശേഷം എന്താ പറയുക, ചെടികൾ വെച്ച ഭാഗത്ത് വീണ്ടും ഇതേപോലെ തന്നെ എല്ലാം ചെയ്യും. അപ്പോൾ അതിലിടയ്ക്ക് എനിക്കൊരു മുല്ല ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ മുല്ലേനെ ഞാനൊന്ന് നോക്കുമായിരുന്നു, എന്താ പറ്റിയ, അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയോ എന്നിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അത് നല്ല ഉഷാറായി തന്നെ ഉണ്ട്. നല്ല മുട്ടുകളും പിന്നെ മുല്ലപ്പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു മണമായിരുന്നേ അത്. അപ്പോൾ ചെടികളെല്ലാം, കുറച്ച് ചെടികളൊക്കെ ഉണങ്ങിപ്പോയിണ്ടായിരുന്നു, കുറച്ച് ചെടികളൊക്കെ കിട്ടി. പിന്നെ നാട്ടിൽ നിന്ന് വന്ന സമയത്താണ് ഇതൊക്കെ ചെയ്തത്. അന്നേരെ കുറേ ചെടികളൊക്കെ പോയി എൻ്റെത്. അപ്പോൾ ഇതൊക്കെ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ ഉള്ളതാണ്. ഇത് രാവിലെ ഞാനൊന്ന് എൻ്റെ ചെടികളെയൊക്കെ നോക്കാൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു, മൊത്തത്തിലൊരു വീഡിയോ എടുത്തു. അതാണ് ഈ കാണുന്നത്. അപ്പോൾ കരിവേപ്പില ചെടി മാറ്റാൻ പറ്റിയില്ല, അതവർ പിന്നീട് മാറ്റിയിട്ട് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പുറത്തെ സൈഡിലുള്ള ചെടികളെല്ലാം അപ്പുറത്തെ സൈഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗവും അവരെല്ലാം വൃത്തിയാക്കി വാട്ടർ പ്രൂഫൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാം ഒന്ന് ഡ്രൈ ആവണ്ടേ. അപ്പോൾ ഡ്രൈ ആയ ഭാഗത്ത് ഈ ചെടികളെല്ലാം കൊണ്ടുവച്ചിട്ട് പിന്നെ ഈ സൈഡും കൂടി എല്ലാം വൃത്തിയാക്കി. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഗ്രോ ബാഗ് സെറ്റാക്കി വെക്കാൻ തുടങ്ങി. അതിലിടയ്ക്ക് ഒരു മഴയും പെയ്തു, എല്ലാം കൂടി ആകെ നാശമായിപ്പോയി. അപ്പോൾ വീണ്ടും എന്താ പറയുക, ഒന്നും കൂടി എല്ലാം വൃത്തിയാക്കി എടുക്കണം. കണ്ടില്ലേ, ഗാർഡനിങ് ചെയ്യുന്നത് ഒന്നൊന്നര പണിയാണ്. ഒരു 2-3 പേരുണ്ടെങ്കിൽ നമ്മൾക്ക് വേഗത്തിലൊക്കെ കഴിയും. പക്ഷെ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇത്. മുടിഞ്ഞ പണി എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പണിയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് സഹായിച്ചു, ഹസ്ബൻഡും കുട്ടികളൊക്കെ കുറച്ച് സഹായിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് വരികയാണ്. പിന്നെ കുറച്ച് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ വരാനുണ്ട്. അതൊക്കെ വന്നതിന് ശേഷം എല്ലാ സ്റ്റാൻഡിൻ്റെ മേലെയൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്ത് വയ്ക്കാൻ. അതുകൊണ്ട് ഇപ്പം കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഗ്രോ ബാഗൊക്കെ ഞാൻ നേരത്തെ പച്ച ഗ്രോ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ലോങ് വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രോ ബാഗ് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹോളായിട്ട് അതങ്ങ് കീറിപ്പോയി. അപ്പോൾ അത് ഞാൻ വേറൊരു ഗ്രോ ബാഗിലോട്ടേക്ക് മാറ്റുവാണ്. എല്ലാം മോൻ മാറ്റി തരുന്നുണ്ട്. അങ്ങനെ ഓരോ പണികളും ഓരോരുത്തരും ചെയ്തിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ഇപ്പോൾ ഞാൻ സ്റ്റാൻഡിന് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. വേറെയും കുറച്ചുകൂടി സ്റ്റാൻഡ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഗ്രോ ബാഗിൻ്റെ അടിയിലേക്ക് വെച്ചു. അപ്പോൾ ഗ്രോ ബാഗിൻ്റെ അടിയിലൊക്കെ വൃത്തിയാക്കാൻ സുഖമല്ലേ, ഇങ്ങനത്തെ ഈ ഗ്യാപ്പുള്ള സ്റ്റാൻഡ് ആകുമ്പോൾ. ഇങ്ങനെ അതാകുമ്പോൾ നമുക്ക് ചൂല് കൊണ്ടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കാൻ സൗകര്യമാണ്. അതുകൊണ്ട് കുറച്ച് ഹൈറ്റുള്ള സ്റ്റാൻഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി ഹൈറ്റുള്ള സ്റ്റാൻഡ് വാങ്ങിയാലും ഒന്നും കൂടി ഗുണമായിരിക്കുമായിരുന്നു. ഇച്ചിരി കൂടി ഹൈറ്റുള്ളത് വാങ്ങണം. ഇപ്പോൾ ബാൽക്കണിയിലൊക്കെ വയ്ക്കാൻ ഈ സ്റ്റാൻഡ് മതി. അപ്പോൾ ഏകദേശം ഓരോ ഭാഗത്ത് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇങ്ങനത്തെ വൈറ്റ് സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഞാനും വൃത്തിയാക്കുകയാണ്, ഗ്രോ ബാഗൊക്കെ വൃത്തിയാക്കുകയാണ്. അങ്ങനെ ഒരുമാതിരിയൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ വീട്ടിൻ്റെ അകത്ത് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത്. അപ്പോൾ മേലെ ഒരുമാതിരിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴത്തെ പണി തുടങ്ങി. ഇപ്പോൾ വൈറ്റ് വാഷ് ചെയ്യേണ്ട പരിപാടിയിലാണ് ഞങ്ങൾ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ പുറത്തും അകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാരിയിട്ടിരിക്കാന്ന്. ഇനി എല്ലാം ഒന്ന് മിനുക്കി എടുക്കണം. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്നും ഓരോന്നും ഒതുക്കി വെച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതുപോലെ ഇൻറ്റീരിയർ ചെയ്തതെല്ലാം ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഇവർ പെയിൻറ്റിൻ്റെ പരിപാടി തുടങ്ങുക. എന്താ വെച്ചാൽ പെയിൻറ്റ് ഒന്നും അതിലാകരുതല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും കവർ ചെയ്തിട്ടാണ് പെയിൻറ്റിങ് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കാൻ നമുക്ക് കുറച്ച് എളുപ്പമായിരുന്നു. അവർ ക്ലീൻ ചെയ്ത് തരും. എന്നാലും നമ്മൾക്ക് നമ്മളുടേതായ പണികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ ഓരോ വശത്തുനിന്നും ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം യെല്ലോ കളറിന് പകരം ഞങ്ങൾ ചോക്ലേറ്റ് കളറാണ് അടിച്ചത് മേലെ സീലിങ്. പിന്നെ ഇവിടെയൊക്കെ ലൈറ്റ് കളറാണ്, ജാസ്മിൻ കളർ, മുല്ലമുട്ടിൻ്റെ കളറാണ് അടിച്ചത്. അങ്ങനെ കിച്ചണിലും അവരിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ് പണി എന്ന് പറഞ്ഞാൽ 1.5 പണിയാണ്. ക്ലീനിങ്ങും മോപ്പിങ്ങും എല്ലാം നമ്മളുടെ എന്താ പറയുക, നമ്മുടെ പണി ഒരുങ്ങും അതുപോലത്തെ 1.5 പണിയാണ്. അങ്ങനെ പെയിൻറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കർട്ടണൊക്കെ ഇട്ടു. എല്ലാം വാഷ് ചെയ്തിട്ട് എല്ലാം വൃത്തിയാക്കി എടുത്തു വെച്ചു. അങ്ങനെ എല്ലാം ക്ലീന് നീറ്റായി. ഇനിയും ഉണ്ടല്ലോ നമ്മുടെ ടെറസിലെ പരിപാടികൾ. അപ്പോൾ അതിന് അടുത്ത സ്റ്റാൻഡ് വന്നു. അതിന് ഈ താഴെ ഇങ്ങനെ റബ്ബർ ബുഷ് ഉണ്ട്. അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം മേലെ കൊണ്ട് വയ്ക്കാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും പിള്ളേരൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നും കൂടി വിചാരിച്ചു. അപ്പം അങ്ങനെ ഓരോ സ്റ്റാൻഡിനും ഓരോ ഇങ്ങനെ ബുഷൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചു. ഇനി എല്ലാം മേലെ കൊണ്ടുപോയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ അടുക്കി വെക്കുകയാണ് ഞാനും പിള്ളേരും. അപ്പോൾ ഒരാളെ കൊണ്ടൊന്നും ആവുന്ന പണിയല്ല. അപ്പോൾ പിന്നെ ഞാൻ അവരെയും വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവരും കൂടി സഹായിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചിരട്ട സ്റ്റാൻഡ് പോലെ ആക്കി. പിന്നെ മഴയൊക്കെ പെയ്തുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് ആകെ വൃത്തികേടായി. പിന്നെ ഫോഴ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരെന്നെയാണ് എല്ലാം ചെയ്തത്. എല്ലാം നല്ലപോലെ വൃത്തിയാക്കുകയാണ് പിള്ളേർ. മഴ പെയ്തതാ വലിയൊരു പണി കിട്ടിയത്. അപ്പോൾ പിന്നെ മൊത്തത്തിലൊന്ന് വൃത്തികേട് പോലെ ആയി വീണ്ടും.
പിന്നെ എന്നിട്ട് സ്റ്റാൻഡൊക്കെ കൊണ്ടുപോയി വെച്ച് സ്റ്റാൻഡിലോട്ടേക്കെല്ലാം ഓരോ ഗ്രോ ബാഗ് ആക്കി ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചു. ഇനി മഴ പെയ്താലും വലിയ പ്രശ്നമില്ലല്ലോ, അടിവശമൊന്നും വലിയ ബുദ്ധിമുട്ടാവില്ലല്ലോ. ഇത് മഴയില്ലാത്തത് കാരണം സ്റ്റാൻഡ് വരാനും ഒക്കെ ലേറ്റായി, അതുകൊണ്ട് മൊത്തം ഇങ്ങനെ അഴുക്ക് പോലെയായി. അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കുവാണ്. ഇനി ഒരു 2 മഴ കിട്ടിയാൽ എല്ലാം വൃത്തിയായിക്കോളും. അതിലിടക്ക് പെയിന്റിന്റെ പണിയായത് കാരണം മേലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മഴയും കൂടി ആയപ്പോൾ എല്ലാം കൂടി എന്താ പറയാ വൃത്തികേടായി മൊത്തത്തിൽ. എന്നിട്ട് വീണ്ടും എല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ ഓരോ സ്റ്റാൻഡും എടുത്തിട്ട് ഗ്രോ ബാഗൊക്കെ അതിൻ്റെ മേലെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടെറസൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ഞാൻ വിത്തിടുമ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരാം. വിത്തിട്ടിട്ട് ചെടികളൊക്കെ നടുമ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തതും എല്ലാം നല്ല നീറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഇനി വെക്കാനുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. എല്ലാം ഒന്നിച്ചാവില്ലല്ലോ, നമ്മൾ ഒന്നിച്ച് എടുത്തിട്ട് തീരെ വയ്യാതെ കിടന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എല്ലാം പതുക്കെ പതുക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ഈ ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കണം. ലോങ് വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ്. എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോയുമായി കാണാം. ബൈ.